പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിനെ ജാർഖണ്ഡിൽ വെച്ച് കണ്ടിരുന്നുവെന്ന് അന്നവിടെ നഴ്സായിരുന്ന രത്നമ്മ മീഡിയ വണിനോട് പറഞ്ഞു. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയതായിരുന്നു അന്ന് സുകുമാരക്കുറുപ്പ്. സുകുമാരക്കുറുപ്പുമായി സംസാരിച്ചപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എന്നും രത്നമ്മ പറഞ്ഞു. ഞാൻ ജാർഖണ്ഡിൽ ബുക്കാറോ സ്റ്റീൽ പ്ലാന്റിൻ്റെ ഹോസ്പിറ്റലിൽ BGH എന്ന് പറയും, അവിടെ ജോലി ചെയ്താൽ അവിടെ പഠിച്ചതും. ഞാൻ പഠിക്കുന്ന സമയത്താണ് സുകുമാരക്കുറുപ്പിനെ കാണുന്നത്. അത് 1988. പുള്ളി അനുഭവം എന്ന് പറയാനില്ല, പേഷ്യൻ്റായിട്ട് അഡ്മിറ്റായി അങ്ങനെ കണ്ടത്. ചെസ്റ്റ് പെയിനായിട്ട് ICUയിൽ അഡ്മിറ്റായിരുന്നു. ഇദ്ദേഹത്തിനോട് ഞാൻ ചെയ്ത ഇൻട്രാക്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഒരു പ്രാവശ്യം അല്ല, നേരിൽ കണ്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ വീട് ചെറിയനാടാ. ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ്. ഓക്കെ, അപ്പം ഈ സുകുമാരക്കുറുപ്പിനെ നമ്മൾ നേരിൽ കാണുമ്പോൾ ഇപ്പം പഴയ രൂപത്തിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? അതോ അങ്ങനെ ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, 10-42 വർഷമായില്ലേ. അന്ന് ആസ് എ പേഷ്യൻ്റ് കണ്ടിട്ടുണ്ട്. ഈ സുകുമാരക്കുറുപ്പിനെ ചികിത്സയ്ക്ക് വന്നപ്പം പുള്ളിയോടുള്ള ഒരു ഇൻട്രാക്ഷൻ, അത് എന്തായിരുന്നു? ഇൻട്രാക്ഷൻ ഹോസ്റ്റലിൽ ഇങ്ങനെ സംസാരം ഉണ്ടായി. സീനിയേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഒരാൾ അഡ്മിറ്റുണ്ട്, പല ഭാഷകളറിയാം, ഭാര്യ നേഴ്സാണ്, മലയാളം അറിയാം, അങ്ങനെ ആ ഒരു ഇത് എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പം ഞങ്ങൾക്ക് സംശയം തോന്നി. അങ്ങനെ ഞാൻ പോയി നോക്കിയത്. അതെ, അപ്പം പുള്ളി നേരിട്ട് കണ്ടപ്പം പുള്ളിയാണെന്ന് മനസ്സിലായി. ചെന്ന് സംസാരത്തിൽ നിന്നാണ് മനസ്സിലായ. പേഷ്യൻ്റ് എന്നോട് സംസാരിച്ച് ഭാഷകൾ ഇത്ര അറിയാം, നാട്ടിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്, ആലപ്പുഴയൊക്കെ വന്നിട്ടുണ്ട്, മലയാളം എല്ലാം അറിയാം. അങ്ങനെ സംസാരിച്ച് ഞാൻ സംസാരിച്ച് അങ്ങോട്ട് എൻ്റെ വീട് ആലപ്പുഴ ചെങ്ങന്നൂരാണ്, ചെറിയനാടാണെന്ന് പറഞ്ഞു. പറയത്തില്ലല്ലോ ഞാൻ ഇന്നാളാണെന്ന്. പുള്ളിക്കാരൻ്റെ ഭാവമാറ്റം കണ്ടപ്പോഴേ മനസ്സിലായി അദ്ദേഹം തന്നെയാണ്. അങ്ങനെ അപ്പോൾ പുള്ളി ഇത്രയും വിവാദമായ ഒരാളെ നേരിൽ കാണുമ്പോൾ ഉണ്ടായ അനുഭവം അങ്ങനെ എനിക്ക് അദ്ദേഹം അന്ന് തന്നെ മനസ്സിലായി. പക്ഷേ എനിക്കന്ന് ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റാണ്. ICUയിലൊന്നും നമുക്ക് അത്രയും ഇതില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് അത്രയും ഒരു ഇതില്ലല്ലോ. പിന്നെ ചെന്ന് കണ്ട് സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ക്ലാസ്സിന് പോയി. ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് ഡോക്ടേഴ്സ് റൗണ്ട് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഷിഫ്റ്റ് ചെയ്ത് വാർഡിലോട്ട്, ജനറൽ വാർഡിലോട്ട്. അവിടുന്ന് അദ്ദേഹം അബ്സ്കോണ്ടഡ് ആകുമായിരുന്നു. പിന്നെ ഇങ്ങനെ അന്വേഷണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും റെഗുലറായിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ അങ്ങോട്ട് വിളിക്കാറുണ്ട്. അന്ന് അന്നത്തെ സമയത്ത് മനോരമ പേപ്പർകാർ വന്നായിരുന്നു. അത് കഴിഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണത്തിന് വന്ന്. അപ്പോൾ ഞാനിവിടെ ആനുവൽ വെക്കേഷന് വന്നേക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് നാട്ടിൽ വന്നിട്ട് അന്വേഷണം, എൻ്റെ വീട്ടിൽ ചെറിയനായിട്ടൊക്കെ വന്ന് അന്വേഷണമൊക്കെ നടത്തി. അത് കഴിഞ്ഞ് അന്ന് തൊട്ട് ക്രൈംബ്രാഞ്ച് ഇപ്പം ഈ അടുത്ത സമയത്ത് വരെ കഴിഞ്ഞ മാസം ഇപ്പം ഇവിടെ വന്ന് വീണ്ടും മൊഴിയെടുത്തിട്ട് പോയി.